മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ ശാന്തൻമൂലയിൽ അഞ്ജന അനിൽകുമാർ ഉണ്ട്. അഞ്ജന, എന്താണ് അവിടുത്തെ കാഴ്ച? എങ്ങനെയൊക്കെയാണ് ആളുകളുടെ പ്രതികരണം വരുന്നത്? സ്മൃതി, ഞാനിപ്പോൾ ഉള്ളത് മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലാണ്. ഇവിടുത്തെ അവസ്ഥയും സമാനമാണ്. കഴിഞ്ഞ 19 ദിവസമായി ഇവിടെ വെള്ളമില്ലാത്തൊരവസ്ഥ തന്നെയാണ്. വീടുകളിലാവട്ടെ, ഭൂരിഭാഗം വീടുകളിലും വെള്ളമില്ലാത്തൊരു സ്ഥിതി തന്നെയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഓണം. അതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ ബന്ധുക്കളും എല്ലാം തന്നെയുണ്ട്. എന്നിട്ടും വെള്ളമില്ലാത്തൊരു സാഹചര്യവും മറ്റു വീടുകളിൽ പോയി പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. വീടുകളിലാവട്ടെ, കുട്ടികളാവട്ടെ, പ്രായമായവരാവട്ടെ, അങ്ങനെ ഒരുപാട് പേർ ഈ വീട്ടിലുണ്ട്. ഇവിടുത്തെ വീട്ടമ്മയോട് തന്നെ നമുക്ക് എന്തൊക്കെയാണ് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, എങ്ങനെയാണ് അവർ ഈ ഘട്ടത്തെ തരണം ചെയ്യുന്നത് എന്ന് തന്നെ ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ 19 ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ല. പിന്നെ എൻ്റെ മോൻ തിരുവോണ ദിവസം കുറച്ച് ടാങ്കിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു. പിന്നെ എൻ്റെ മോൻ്റെ സംബന്ധ വീട്ടിൽ ചെന്ന് തുണി നനയ്ക്കും. ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാത്രങ്ങളതാ വാരി ഇട്ടിക്കിന്. അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചായിരുന്നു? പഞ്ചായത്ത് മുമ്പ് അജിതയെ അറിയിച്ചപ്പോൾ ഉടനെ കിട്ടും ചേച്ചി എന്ന് പറഞ്ഞ് ഒരു അറമ്പാതമില്ല. അങ്ങനെ ഇന്നും ഞങ്ങൾ മുമ്പറ വിളിച്ച് ഞങ്ങൾക്ക് വെള്ളമില്ല, നമുക്ക് കൊച്ചു കുട്ടികളും ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സുഖമില്ലാത്തൊരു ആളൊക്കെയുള്ള ഒരു വീടാണ്. എൻ്റെ ഭർത്താവിന് 3 വർഷം കൊണ്ട് ജോലിക്കൊന്നും പോകാനും വയ്യ. ഇപ്പം തൊഴിലുറപ്പിൽ ജോലിക്ക് പോയി ഇപ്പം 8 തയ്യലും ഒറ്റ വീട്ടിലുണ്ട്. സ്മൃതി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ പാത്രങ്ങളിലെല്ലാം വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വെള്ളം കൊണ്ട് വേണം ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാനായിട്ട്. ഈ വെള്ളമൊക്കെ വാങ്ങിയ വെള്ളം ഓണത്തിന്റെ ദിവസം എങ്ങനെയാണ്? മോൻ എവിടെ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞത്. പിന്നെ കിണറ്റീന്ന് കൂട്ടി കുറച്ച്. സ്മൃതി, ഇതിവർ മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം ശേഖരിച്ച വെള്ളമാണ്. വെള്ളം വാങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം വാങ്ങിയിട്ടില്ല. നേരത്തെ ശേഖരിച്ച വെള്ളത്തിൽ നിന്നാണ് ഇവർ പാചകത്തിനായാലും മറ്റാവശ്യങ്ങൾക്കായാലും എല്ലാം തന്നെ വെള്ളം ഉപയോഗിച്ചു വരുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ ഓഫീസ് വാർഡ് മെമ്പർ. ശരി, എടുത്തോളൂ, പ്രതികരണം എടുത്തോളൂ. നമ്മോടൊപ്പം ഇവിടുത്തെ ഓഫീസ് വാർഡ് മെമ്പർ അജിത കൂടി ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്? ഞാൻ മലയൻകീഴ് പഞ്ചായത്ത് മൊത്തത്തിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഓണമായിട്ട് പോലും ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇവരെല്ലാം നമ്മളെ സമീപിക്കുകയും ഫോൺ കോളിലൂടെയൊക്കെ നേരിട്ട് വന്ന് പരാതി പറയുകയും വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അപ്പം ഇന്നിവിടെ ഓഫീസ് വാർഡിൽ തന്നെ 19 ദിവസമായി വെള്ളം വന്നിട്ട്. ഇന്നലെ നമ്മുടെ പഞ്ചായത്തിൽ പ്രസിഡൻ്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിങ്കര വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി ധർണ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് രേഖാമൂലം എഴുതി തരികയും ഇന്നലെ രാത്രി കൂടെ ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഭാഗത്തൊക്കെ ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്. വീട്ടിൽ ചുറ്റുവട്ടത്തുള്ള അതായത് വില്ലേജ് ഓഫീസ് റോഡ്, ശാന്തമുല, കോയിക്കവിള റോഡ്, ഈ ഭാഗങ്ങളിലൊന്നും ഇന്ന് വരെ വെള്ളം എത്തിയിട്ടില്ല. ഇതുവരെയായിട്ടും വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ ഈ ചേച്ചിയൊക്കെ കുറച്ച് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ചേച്ചി എൻ്റെ വീട്ടിൽ കുഴൽക്കിണറാണ്, ചേച്ചി ആവശ്യമുള്ള വെള്ളം ചേച്ചി വന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ഭാഗത്ത്, അതായത് ആൾത്തറ ഭാഗത്ത്, പുലരി നഗർ, അങ്ങോട്ട് കോട്ടമ്പൂരമൊക്കെ ഭാഗത്ത് വെള്ളമില്ലാതെ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യമുള്ളവർ എൻ്റെ വീട്ടിൽ വന്ന് തിരുവോണമായിട്ട് പോലും കുളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വീട്ടിൽ വന്ന് കുളിച്ചോ, ആവശ്യത്തിന് ഉപകരിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ 5 ഫാമിലി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമുള്ള വെള്ളം എടുക്കുകയും അവർ കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവരൊക്കെ ഈ ഭാഗത്തായതുകൊണ്ട് ഈ ചേച്ചിയുടെ മകൻ ഇവിടുന്ന് വന്ന് കുറച്ച് ടാങ്കിലൊക്കെ വെള്ളം കൊണ്ടുവന്നാണ് ചേച്ചി എടുത്തത്.